ദൃശ്യം എന്ന സിനിമയുടെ മൂന്നാം ഭാഗത്തിന് ഡേ 7 പ്രീസെയിൽ പരിശോധിക്കാൻ നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻ. അതിന് മുമ്പ് എല്ലാവരും കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോ സുരേഷ് ചാനൽ. ദൃശ്യം 3 നമ്മുടെ ലാലിട്ടൻ ജിത്തു ജോസഫ് കോമ്പോയിൽ പുറത്തിറങ്ങിയ സിനിമയാണ് ദൃശ്യം എന്ന സിനിമയുടെ മൂന്നാം ഭാഗം. എന്തെങ്കിലും സിനിമ ഗംഭീരമായ വേൾഡ് വൈഡ് കളക്ഷൻ തന്നെയാണ് ഈ ആഴ്ചയിൽ കാണാൻ സാധിക്കുന്നത്. സിനിമ ഒഫീഷ്യലായിട്ട് 200 കോടിയിലോട്ട് പോവുകയാണ് ഈ ആഴ്ച അവസാനിക്കുമ്പോൾ. എന്തെങ്കിലും സിനിമയുടെ അഡ്വാൻസ് പ്രീസിൽ പരിശോധിക്കാൻ നമുക്ക് കേരള ബോക്സ് ഓഫീസിൽ ഡേ 7 നമ്മുടെ ഡേ 7 പരിശോധിക്കുകയാണെങ്കിൽ ബുധനാഴ്ചയാണ്. ബുധനാഴ്ചയിൽ തന്നെ ടോപ്പ് 5 സിനിമകളുടെ പ്രീസെയിൽ പരിശോധിക്കുമ്പോൾ നമ്മുടെ ലോക അതുപോലെ തന്നെ എമ്പുരാൻ സിനിമയുടെ ഒക്കെ പ്രീസെയിൽ മറികടന്നിട്ടുണ്ട്. സിനിമയ്ക്ക് ബുധനാഴ്ചത്തെ പ്രീസെയിൽ പരിശോധിക്കുമ്പോൾ ടോപ്പ് നമ്മുടെ തുടരുന്ന സിനിമ തന്നെയാണ് ലാലേട്ടന്റെ. ഓൾമോസ്റ്റ് 3,92,00,000 സിനിമയ്ക്ക് ഡേ 7 വരുമ്പോൾ ബുധനാഴ്ച കളക്ഷൻ കാണാൻ സാധിച്ചത് ഹയസ്റ്റ് ആയിട്ട്. രണ്ടാം സ്ഥാനം നമ്മുടെ വാഴ എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ടാണ് ഈ വർഷം പുറത്തിറങ്ങിയ സിനിമയാണത്. 3,86,00,000 സിനിമയ്ക്ക് ഡേ 7 ബുധനാഴ്ച കളക്ഷൻ കാണാൻ സാധിച്ചത്. ഉയർന്ന ഒരു കളക്ഷൻ നമ്മുടെ കേരള ബോക്സ് ഓഫീസില്. പിന്നെ നമ്മുടെ ദൃശ്യം എന്ന സിനിമ തന്നെയാണ് ഒരു സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത് നമ്മുടെ എമ്പുരാൻ ലോക സിനിമയെ മറികടന്നിട്ട്. എമ്പുരാൻ സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 3,48,00,000 ആയിരുന്നു. ലോക സിനിമയ്ക്ക് 3,21,00,000. ദൃശ്യം സിനിമയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, കാരണം ഹോളിഡേ ആണ് ആ ഒരു ദിവസം എന്ന് പറയുന്നത്, ബക്രീദ് ദിവസം. അതുകൊണ്ട് മാത്രം സിനിമയ്ക്ക് 3,73,00,000 അഡ്വാൻസ് കളക്ഷൻ കാണാൻ സാധിച്ചത്. എന്തെങ്കിലും സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 41% ഒക്യുപ്പൻസിയിലാണ് 3,73,00,000 കാണാൻ സാധിച്ചത് സിനിമയ്ക്ക്. എന്തെങ്കിലും ഹോളിഡേ ഫാക്ടർ ആയതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 1,921 ഷോസ് ആണ് കാണാൻ സാധിച്ചത് സിനിമയ്ക്ക്. എന്തെങ്കിലും നല്ലൊരു ഷോസ് തന്നെയാണ് കാണാൻ സാധിച്ചത് നമുക്ക്. എന്തെങ്കിലും കാത്തിരിക്കണേ ചെയ്യാൻ നമുക്ക് പടത്തിന്റെ കൂടുതൽ ബോക്സ് ഓഫീസിനായിട്ട്. എന്തായാലും രാവിലത്തെ ട്രാക്കിംഗ് പരിശോധിച്ചപ്പോൾ സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 47% ഒക്യുപ്പൻസി കാണാൻ സാധിച്ചു രാവിലെ 11 മണിയോടെ. അപ്പോൾ ഓൾമോസ്റ്റ് സിനിമയ്ക്ക് 4,35,00,000 കാണാൻ സാധിക്കുന്നുണ്ട് ബോക്സ് ഓഫീസിലെ പ്രീസെയിൽ ആയിട്ട് അഡ്വാൻസ്. എന്തെങ്കിലും ഒരു 5 കോടിന് മുകളിൽ തന്നെയാണ് സിനിമയ്ക്ക് ഡേ 7 എക്സ്പെക്ട് ചെയ്യുന്നത് കേരള ബോക്സ് ഓഫീസ്. എന്തെങ്കിലും കാത്തിരിക്കണേ ചെയ്യാൻ നമുക്ക് ദൃശ്യം സിനിമയുടെ ഡേ 7 ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട്. അതിന് പക്ഷേ എല്ലാവരും കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോ സുരേഷ് സിനിമ കണ്ടവരെന്തായാലും മറക്കാതെ പടത്തിന്റെ അഭിപ്രായങ്ങൾ കൺബോക്സ് ചെയ്യപ്പെടുത്തുക. കാത്തിരിക്കണേ ചെയ്യാൻ നമുക്ക് ദൃശ്യം സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ വിവരങ്ങൾക്കായിട്ട്.